വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷച്ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മേരി എന്ന നെയ്ത്തുകാരൻ്റെ മകൾ എഴുത്തും വായനയും പഠിച്ചപ്പോൾ ആദ്യം സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചത് ഒരു വേദപുസ്തകമായിരുന്നു. 6 നീണ്ട വർഷങ്ങൾ കഠിനമായി അധ്വാനിച്ച് അവൾ ബൈബിൾ വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തി. തൻ്റെ 15ാമത്തെ വയസ്സിൽ 40 മൈൽ അകലെയുള്ള ഗ്രാമത്തിൽ ബൈബിൾ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബൈബിളും വിറ്റുപോയി എന്നറിഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ബൈബിൾ കരസ്ഥമാക്കുവാനുള്ള മേരിയുടെ വലിയ ത്യാഗമാണ് പിൽക്കാലത്ത് 1804 ബൈബിൾ സൊസൈറ്റി ഉടലെടുക്കുവാൻ പ്രചോദനമായത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിനു വേണ്ടിയുള്ള മേരിയുടെ അധ്വാനവും ഓട്ടവും അവൾ ബൈബിൾ സ്വന്തമാക്കിയതും മേരി ജോൺസ് ആൻഡ് ഹെർ ബൈബിൾ എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് വേദപുസ്തകത്തിൻ്റെ എത്രയെത്ര വേർഷനുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഓരോ ഭവനങ്ങളിലും നമുക്കെല്ലാവർക്കും വേദപുസ്തകമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന് നാം എത്രമാത്രം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മിൽ എത്ര പേർ വിശുദ്ധ ബൈബിളുമായി ആലയത്തിൽ പോകുന്നുണ്ട്? വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് നമ്മോട് പറയുന്നത്? മത്തായി 4:1-17 വാക്യങ്ങളിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന കർത്താവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിന് വിശന്നു. കല്ല് അപ്പമാകുക എന്ന പരീക്ഷയുമായി പരീക്ഷകൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് പരീക്ഷകനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. സകല സൃഷ്ടിപ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന ചിന്തയാ ഉൽപ്പത്തി പുസ്തകം നൽകുന്നത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, സകലവും ഉളവായി. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന സങ്കീർത്തനം 33:6 വായിക്കുന്നത്. ഇവിടെയും ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നു എന്ന ചിന്തയാണ് നമുക്ക് നൽകുന്നത്. യെശയ്യാ 55:11 ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന. അതായത് ദൈവവചനം കാര്യം നടത്തി തരുന്നു. ആളത്വമുള്ളവർക്ക് മാത്രമേ കാര്യം നടത്തിയെടുക്കുവാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ വചനത്തിന് വ്യക്തിത്വമുണ്ട്. സങ്കീർത്തനം 107:20 വചനമയച്ച് സൗഖ്യമാക്കി എന്ന് പറയുമ്പോഴും സങ്കീർത്തനം 147:15 വചനം അതിവേഗം ഓടുന്നു എന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ ആളത്വത്തെ, വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ ദൈവവചനത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറയുന്നത് വചനം ക്രിസ്തു തന്നെയാകുന്നു എന്ന. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് യോഹന്നാൻ 1:14 പറയുന്നത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇവിടെ പറയുന്നത് ദൈവമായിരുന്ന, ദൈവത്തോടു കൂടി ആയിരുന്ന വചനം ജഡമായി മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന. കത്തോലിക്ക വേദപുസ്തകത്തിൽ
ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. ഇവിടെ നാം കാണുന്നത് വചനമായ ദൈവം മനുഷ്യനായി, അതായത് വചനം ക്രിസ്തുവായി നമ്മോട് കൂടെ പാർത്തു. ഈ ആഗമന നാളിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്ത് നമുക്ക് ജീവൻ നൽകുന്ന വചനമായ കർത്താവിനെയാണ് നാം ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമായ ക്രിസ്തുവിനെ നാം കേൾക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കുകയും വേണം. ദൈവവചനത്തിൽ കൂടിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവവചനം അനുസരിക്കുന്നവർക്ക് രൂപാന്തരവും അനുസരിക്കാത്തവർക്ക് ന്യായവിധിയും ഉണ്ടാവും. യിരെമ്യാവ് 19:15 ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ശഠ്യം പിടിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മേലും നഗരത്തിൻ്റെ മേലും ദൈവം അനർത്ഥം വരുത്തും. അഥവാ ദൈവത്തിന് ന്യായവിധി ഉണ്ടാവും. യിരെമ്യാവിൽ കൂടി ദൈവം നൽകിയ വചനം ജനത്തെയും അന്നത്തെ രാജാവായിരുന്ന യെഹോയാക്കീമിനെയും വായിച്ചു കേൾപ്പിച്ചുവെന്ന് യിരെമ്യാവ് 36 വായിക്കുന്നുണ്ട്. രാജാവ് വചനം കേട്ടുവെങ്കിലും അതിന് പ്രാധാന്യം നൽകാതെ വചനം എഴുതപ്പെട്ട ചുരുൾ കീറി നെരിപ്പോട്ടിലെ തീയിലിട്ട് ചുട്ടു. 36 22 23 വാക്യങ്ങൾ. വചനമനുസരിക്കാതിരുന്ന ജനത്തിന് ശിക്ഷ ലഭിച്ചുവെന്ന് യഹൂദ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. വചനം കേട്ടനുസരിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാതിരുന്ന ജനം ബാബിലോണിയൻ പ്രവാസികളായി പോകേണ്ടി വന്നു. ഇന്ന് നമുക്ക് നൽകപ്പെട്ട ദൈവവചനത്തെയും വചനമായ ക്രിസ്തുവിനെയും പൂർണ്ണമായി അനുസരിക്കുമെങ്കിൽ അവൻ്റെ അനുഗ്രഹവും ഇല്ലയെങ്കിൽ ന്യായവിധിയും ഉണ്ടാകും. കർത്താവേ, വചനമാകുന്ന ക്രിസ്തുവിനെ അനുസരിച്ച് വചനം ധ്യാനിച്ച് ജീവൻ്റെ അവകാശിയായി തീരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. വഴി തെറ്റി അലയുന്ന അജഗണങ്ങളെ നേർവഴി നയിക്കുന്ന വചനം, വഴി തെറ്റി അലയുന്ന അജഗണങ്ങളെ നേർവഴി നയിക്കുന്ന വചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷച്ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം.